മനഃപൂർവ്വം മാറി നിൽക്കുന്നതല്ല എന്നുള്ളത് ആസ്വാദകർക്കറിയാം. കാരണം എന്താ വെച്ചാൽ അതായത് കളരി കഴിഞ്ഞതിന് ശേഷം അരങ്ങത്ത് ഒരുപാട് അരങ്ങുകളിൽ വേഷം കെട്ടി കളിച്ചിട്ടുണ്ട്. ആ കളിച്ച ഞാൻ നിസ്വാർത്ഥമായിട്ട്, അതായത് ഒട്ടും കളവില്ലാതെ രംഗത്ത് പ്രവർത്തിച്ചിട്ട്, കളവില്ലാതെ തന്നെ രംഗത്ത് പ്രവർത്തിച്ചിട്ടുമുണ്ട്. അതിന് അഭിനന്ദനങ്ങൾ ഒരുപാട് ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മളുടെ വേഷം എന്തായിരുന്നോ എന്നുള്ളതല്ല. ഞാനിപ്പോൾ പച്ചവേഷങ്ങളിൽ ഒരുപാട് എല്ലാ വേഷങ്ങളും കെട്ടിയിട്ടുണ്ട്, മറ്റുള്ള വേഷങ്ങളും കെട്ടിയിട്ടുണ്ട്. പക്ഷേ ആൾക്കാർക്ക് എൻ്റെ പച്ചവേഷമാണ് കൂടുതൽ ഇഷ്ടം. ആ നിലയ്ക്ക് പച്ചവേഷമാണ് കൂടുതൽ കെട്ടിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ട് നളയരുതാണ് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് എൻ്റെയും ഓർമ്മ. മറ്റതൊക്കെ ഉണ്ടെങ്കിൽ പോലും കൂടുതൽ നളയരുതം, കർണശബ്ദം ഇതൊക്കെയാണ് കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇതിലൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിൽ നളയരുതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ വെച്ചാൽ അങ്ങനെ തോന്നിയിട്ടുള്ളത്, അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനെ ആസ്പദമാക്കിയും കൊണ്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കല, ആ കലയിലത്തെ അതിലത്തെ കഥാപാത്രങ്ങളൊക്കെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകത്തക്കവണ്ണം ഉള്ള ഒരു കഥയായിട്ടാണ് എനിക്ക് നളയരുത്തിനെ സംബന്ധിച്ച് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ജീവിതം എന്താണോ ആ നളയരുതത്തിനെ സംബന്ധിച്ച് മനസ്സിൽ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ മുന്നോട്ട് പോകുമ്പോൾ കാരണം കഷ്ടിച്ച് അതിൽ തന്നെ ജീവിച്ച് പോവുകയാണെന്നുള്ളൊരു തോന്നൽ വരും. ആ തോന്നൽ വരുമ്പോൾ എന്തുണ്ട്, ആസ്വാദകർക്ക് അതൊരു അങ്ങേറ്റത്തെ ഒരു സന്തോഷം കൂടുതൽ ഉണ്ടാക്കി തീർക്കത്തക്കവണ്ണം, അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവത്തക്കവണ്ണം പ്രവർത്തിക്കാനും സാധിക്കുന്നു. അതേമാതിരി നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്ന ഊർജം, അതായത് അവരുടെ അഭിനന്ദനങ്ങൾ, അതൊക്കെ അങ്ങേറ്റത്തെ ആസ്വാദ്യജനകമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഈ 87 വയസ്സ് വരെ കഥകളിയിൽ തന്നെ ഒരുവിധം വേഷം കെട്ടി തന്നെ പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നു. പഴയമാതിരി വേഷം കെട്ടാൻ സാധിച്ചാൽ പഴയമാതിരി ഊർജ്ജമായിട്ട് വേഷം കെട്ടാൻ സാധിച്ചിരുന്നില്ല എങ്കിലും സാധിച്ചില്ല എങ്കിലും ശരി, ഒരുവിധം ആൾക്കാരെ വെറുപ്പിക്കാതെ, ആസ്വാദകരെ വെറുപ്പിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഈ കൊറോണ വന്നതിന് ശേഷം തീരെ വയ്യാതെയായി. അതാണ് ഇപ്പോൾ പ്രധാനമായിട്ട് പറയാൻ കാരണം. അതായത് കാലുകൊണ്ട് വയ്യ, ശരീരം കൊണ്ട് അത്ര തന്നെ വയ്യ എന്ന് പറയുക, പക്ഷേ ശരീരത്തിൻ്റെ ബലം മുഴുവൻ കാലുമിലേക്കാണല്ലോ എല്ലാം കൊണ്ടും വരുന്നത്. നേരത്തെ പറഞ്ഞ മാതിരി ഉടുത്ത് കെട്ടിയിട്ടുള്ള വേഷമാവുക, അപ്പോൾ അതൊക്കെ ഈ കാലുമിലേക്കാണ് അതിൽ വരുന്നത്. അപ്പോൾ ഈ കാലിന് ബലമില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മുട്ട് വീക്കാണ്, അതായത് ആകെ അത് തേയ്മാനം വന്നിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വേഷം കെട്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ചെയ്യാൻ സാധിക്കില്ലല്ലോ എന്നുള്ള സങ്കടം മനസ്സിൽ അങ്ങേറ്റം ഉള്ള കാരണം കൊണ്ട് എന്തുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഇതിൽ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ എന്നോട് സ്നേഹിക്കുന്ന ആൾക്കാർ കൂടി എന്നെ വെറുക്കും. അതുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് നല്ലത് എന്ന് മനസ്സിൽ തോന്നി. അങ്ങനെ ഞാൻ കഥകളി രംഗത്തിൽ നിന്ന് പിന്മാറാൻ ആഗ്രഹിച്ചിട്ട് പറഞ്ഞു എന്ന് മാത്രം. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പിന്മാറാൻ തീരുമാനിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഗുരുവായൂർ ഉത്സവത്തിനും കോട്ടയ്ക്കൽ ഉത്സവത്തിനും വേഷം കെട്ടാൻ പറ്റാത്ത നിലപാട് വന്നു കഴിഞ്ഞപ്പോൾ ഇനി ഇതാണ് നല്ലതെന്ന് മനസ്സിൽ തോന്നി. ഗുരുക്കന്മാരെ സംബന്ധിച്ച് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഗുരുനാഥന്മാർ, എനിക്ക് പ്രധാന ഗുരുനാഥന്മാർ 2 പേരാണ്. കലാമണ്ഡലം രാമൻകുട്ടി നായരും കലാമണ്ഡലം പത്മനാഭൻ നായരും. ഇവർ 2 പേരും കൂട്ടാണ് എന്നെ വാർത്തെടുത്തത്. ഈ വാർത്തെടുത്തിട്ട് അതായത് ഇന്നേ വരെ, അതായത് 87 വയസ്സ് വരെ, അല്ലെങ്കിൽ 87 വയസ്സ് കൊണ്ട 86 വയസ്സ് വരെ കഥകളിയിൽ രംഗത്ത് പ്രവർത്തിക്കാൻ സാധിപ്പിച്ചതും, അതിന് ആസ്വാദകരുടെ മനസ്സിൽ, കളി കാണാൻ വന്നിട്ടുള്ള ആൾക്കാരുടെ മനസ്സിൽ സന്തോഷം കൊടുക്കാനുള്ള പ്രവർത്തിക്കാൻ സാധിച്ചതും ആ ഗുരുനാഥന്മാരുടെ പ്രവൃത്തി കൊണ്ടും ആ ശിക്ഷണം കൊണ്ടും അവരുടെ അനുഗ്രഹം കൊണ്ടും ആണ് ഇങ്ങനെയൊക്കെ സാധിച്ചത്. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ ഇന്നല്ല എന്നുമുണ്ട്, എപ്പോഴും ഉണ്ട്. അതായത് ഗുരുനാഥന്മാരെ മനസ്സിൽ വിചാരിച്ചിട്ടേ ഞാൻ എപ്പോഴും ഓരോന്നും ചെയ്യാറുള്ളൂ. ഈ ഗുരുവായൂരപ്പനും അത് മനസ്സിൽ എപ്പോഴും ഉണ്ട്. അത് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞും കൊണ്ട്, അതായത് അവരെ മറക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അവരെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അതായത് എനിക്ക് ഇപ്പോഴുള്ള ജീവനല്ല, ഇപ്പോഴുള്ള
കലാ വിഷയത്തിൽ പങ്കെടുക്കാൻ സാധിക്കണില്ലെങ്കിലും വേണ്ടില്ല, അതിനോടുള്ള ആ സ്നേഹമോ അല്ലെങ്കിൽ ആ ബഹുമാനമോ ഉണ്ടാവാൻ കാരണവും ഒക്കെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്, സംശയമില്ല.